യോഗമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൈക്കാട്ടപ്പൻ്റെ സന്നിധിയിൽ വരാൻ ക്ഷണം ലഭിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. വിശേഷിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം, ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം ഒക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അടുത്ത കാലത്താണ്. ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഐതിഹ്യങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെണ്ണല എന്ന പേര് വന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു. വെണ്ണ മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടഭോജ്യമായ വെണ്ണ ഇലയിൽ നൽകി ആ വെണ്ണ ഇല വെണ്ണലയായി മാറിയ ഒരു ചരിത്രം, ഐതിഹ്യം, പുരാണം, അത് ഏത് വേണോ വിശ്വാസികൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം, അതിന് ആഖ്യാനം നൽകാം. ഇനി ശാസ്ത്രത്തിന്റെ പരിവേഷത്തിലാണെങ്കിൽ വെണ്ണല എന്ന് പറയുന്നത് വെണ്മയുള്ള തൂവെള്ള ഇല. ഈ അടുത്ത കാലത്ത് വരെ 2000 ആണ്ട് വരെ വെള്ള മണ്ണുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് വെണ്ണല. ഇനി ഇതിനേക്കാളും ഒക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അർജുനൻ പാശുപതാസ്ത്രം നേടണം എന്ന ആഗ്രഹത്തോടെ ശിവനെ തപസ് ചെയ്തു. അപ്പോൾ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ടാണ്. ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു, പാശുപതാസ്ത്രം അതിൻ്റെ ആ ഒരു സിദ്ധി കയ്യിൽ കൊടുത്താൽ, ആയുധം കയ്യിൽ കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് ആദ്യം അറിയണം. മഹാദേവൻ ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോ അത് പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത് അർജുനൻ ഇരിക്കുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. കിരാതന്റെ വേഷത്തിൽ, കാട്ടാളന്റെ വേഷത്തിൽ വരികയാണ്. എന്തിനാണ്? പരീക്ഷിക്കാൻ അർജുനൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക. ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം അതല്ലേ. ന്യൂക്ലിയർ വെപ്പൺ ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിന് വേണ്ടി. എത്ര ഉണ്ട്, എന്ന് ഉപയോഗിക്കും, സ്റ്റോക്ക് വെച്ചാൽ അതിന് ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നു. അതൊക്കെ എത്ര വർഷം മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആ പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഉപമിക്കാം. എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു. ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്ന ആ ഭഗവാനുമായി അർജുനൻ ആളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങാണ്. ഗാണ്ഡീവം ഒഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്യുകയാണ് അർജുനൻ. അതും കഴിഞ്ഞിട്ട് ഗാണ്ഡീവം എടുക്കുമ്പോൾ ഒരു അജ്ഞാത കരം വന്ന് തടുക്കുകയാണ്. അപ്പോ അർജുനന് മനസ്സിലായി, വന്നിരിക്കുന്നത് ഒരു നിസാര കിരാതനല്ല, കാട്ടാളനല്ല. അപ്പോ സാഷ്ടാംഗം പ്രണാമം നടത്തി. ശിവൻ, മഹാദേവൻ ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള ഐതിഹ്യമായിക്കോട്ടെ, പുരാണമായിക്കോട്ടെ, ചരിത്രമായിക്കോട്ടെ, എന്ത് വേണോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അതിന് ആ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ. പക്ഷെ ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ പുരാണമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ എന്താണെങ്കിലും ശരി, ഒരു ആയുധം കയ്യിൽ നമ്മൾ ലഭിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഐതിഹ്യം. ഈ വെണ്ണല മഹാദേവ ക്ഷേത്രവുമായി അതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അരക്കില്ലം സമയത്ത് പാണ്ഡവർ ഇവിടെ നിന്നും അരക്കില്ലം അവിടെ അഗ്നിക്കിരയായപ്പോ ഓടി രക്ഷപ്പെട്ടത് കാക്കനാട് പ്രദേശത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതൊക്കെ ഐതിഹ്യമായിട്ട് കണക്കാക്കാം. കാരണം ഉത്തരേന്ത്യയിൽ ആണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട്. അതെന്തായിരുന്നാലും, പ്രദേശം ഏതായിരുന്നാലും, ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല. സ്ഥലം ഒരു ബാരിയർ അല്ല, അതിർവരമ്പില്ല. അത് വടക്കേന്ത്യയിൽ നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥയെന്ന് പറയുന്നതിന് അതിന് സ്ഥലത്തിന്റെ പരിമിതിയില്ല. ഏത് പ്രദേശത്ത് നടന്നതുമാകാം. അതാണ്. അപ്പോൾ ഇവിടെ പാട്ടിന്റെ ഏകദേശം റെഡിയാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളെല്ലാം എന്താ ചെയ്യുക? ഈശ്വരനിൽ അർപ്പിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഭക്തജനങ്ങളാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അജയ്യ ശക്തിയാണ്, അദൃശ്യ ശക്തിയാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുക. ഈശ്വരൻ തന്നെ ഏത് പുരാണങ്ങളിലും ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് പരോപകാരമാണ്. ഇവിടെ തന്നെ കുമാർജി ഇങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ചെയർമാനായി ഇവിടെ വർത്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹം സമൂഹത്തിനൊരു മാതൃകയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു,
അറിയിക്കാതെയും അറിയിച്ചും ചെയ്യുന്ന ഒരുപാട് ദാനം ധർമാദികളൊക്കെ ഇവിടെ ഉണ്ട്. സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി. കലാകാരന്മാർക്ക് ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്രയോ കലാകാരന്മാർ, എന്നെ പോലുള്ള കലാകാരന്മാരും കലാകാരികൾ ഇപ്പൊ അന്നാരാജൻ വന്നിട്ടുണ്ട്. ഇതേപോലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും വേദി ഒരുക്കുക എന്ന് പറയുന്നത് അത് കലാസമൂഹത്തോടുള്ള തന്റെ സ്നേഹം കുമാർജി പ്രകടിപ്പിക്കുകയാണ്, തന്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. എന്നെക്കാളും സീനിയർ അല്ലാത്ത ആർട്ടിസ്റ്റുകളോട് അദ്ദേഹം തന്റെ വാത്സല്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയുന്തോറും ഇതിന്റെ പ്രസക്തി കൂടാൻ കാരണം ഇവിടെ നടക്കുന്ന ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകൾക്കപ്പുറം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ട്രസ്റ്റ്. അതില് ഈ അധ്യക്ഷവേദി അലങ്കരിക്കുന്ന എല്ലാവരും തന്നെ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കിത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തപസ്യാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്ന് കൂടുതൽ യശസ് നേടണമെന്ന് അവരാഗ്രഹിക്കുന്നു. അത് സാമൂഹ്യ സേവനമാണ്. സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹ്യ സേവനം. നമ്മുടെ നന്മയ്ക്കപ്പുറം, നമുക്ക് നന്മ വേണ്ടെന്നല്ല, നമ്മുടെ നന്മയ്ക്കപ്പുറം മറ്റുള്ളവരുടെ നന്മ, ഒരു സമൂഹത്തിന്റെ നന്മ. ഇവിടെ വേദന ഉള്ള ആൾക്കാർ പല രീതിയിലും ആരോഗ്യപരമായ കാരണങ്ങള് വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് ജോലി ശരിയാകാത്തവരുണ്ട്, കുട്ടികളുടെ കല്യാണക്കാര്യം ശരിയാകാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അതിനൊരു നമ്മൾ ചെന്ന് എല്ലാം അർപ്പിച്ച് നമ്മൾ ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ, തൈക്കാട്ടപ്പന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈശ്വരനാണ് ഏറ്റവും വലുത്.